ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. ഇനി മാത്തമാറ്റിക്സിന്റെ ഊഴമാണ്. പല കുട്ടികൾക്കും ടെൻഷൻ ഉണ്ടാവും അല്ലേ? എക്സാമുകളുടെ പാറ്റേണുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഏത് രീതിയിലാണ് പരീക്ഷയ്ക്ക് വരിക എന്ന് അറിയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത്. സോ അതിനെ മാക്സിമം എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ നിമിഷം ഞങ്ങൾ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ മുഴുവനും കാണുക. 5 മാർക്കിന്റെ കിടിലം കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്, സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതൊരു പക്ഷേ നമുക്ക് മെഗാ മാരത്തോണിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ ചോദ്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എക്സ്ട്രാ ആയിട്ട് വരുന്നത് കേട്ടോ. സോ ഞാൻ ആദ്യം തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് കാണിക്കുന്നത് ഒരു സിമ്പിൾ ആയിട്ടുള്ള ഐഡിയ, എന്നാൽ പല കുട്ടികൾക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ നിങ്ങളെ 2 രീതിയിലാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത്. മെഗാ മാരത്തോണും അതോടൊപ്പം തന്നെ രാവിലെ ഒരു ഫൈനൽ റിവിഷനും കൂടി ഉണ്ടാവും. ആ 2 കൂടി നിങ്ങൾ സെറ്റ് ഏകദേശം നിങ്ങളെല്ലാം കോൺഫിഡൻസ് ആവും. അടിപൊളിയായിട്ട് നിങ്ങൾ എക്സാം എഴുതി വരണം മക്കളെ. നമ്മൾ പഠിപ്പിക്കുന്ന കോൺസെപ്റ്റ് കൃത്യമായിട്ട് പഠിച്ചു പോകുക കേട്ടോ. സോ ഈ കാണുന്ന ക്വസ്റ്റ്യൻ 2 രീതിയിലാണ് മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരിക. അതായത് ഒരു സാധനം ഉരുക്കിയിട്ട് വേറൊരു ടൈപ്പ്, അതെങ്ങനെയാണ് വരിക എന്ന് പറഞ്ഞു തരട്ടെ. ഇപ്പം നിങ്ങൾ വിചാരിക്കുക ഇതൊരു കുപ്പിയാണ്, ഇത് ഫുള്ള് ഒരു ഇരുമ്പിൻ്റെ കുപ്പിയാണ്, കംപ്ലീറ്റ് ഉള്ളൊക്കെ ഇരുമ്പാ. അത് ഞാൻ തീ വെച്ച് ഉരുക്കി, അത് ഉരുക്കിയാൽ എനിക്ക് കുറച്ച് വെള്ളം കിട്ടുമല്ലോ, ഇരുമ്പിൻ്റെ വെള്ളം കിട്ടുമല്ലോ. ആ വെള്ളം വെച്ചിട്ട് എനിക്ക് വേണമെങ്കിൽ വേറെ ഒരു ഷേപ്പാക്കി മാറ്റാം, ഒറ്റ ഷേപ്പ് അല്ലേ. ഇത് ഉരുക്കിയിട്ട് വേണമെങ്കിൽ ഒരു പന്താക്കി മാറ്റാം, എന്തെങ്കിലുമൊക്കെ ഷേപ്പാക്കാം. ഇനി വേണമെങ്കിൽ എനിക്കിത് ഉരുക്കിയിട്ട് വേണമെങ്കിൽ കുഞ്ഞു കുഞ്ഞു കുറേ പന്തുകളോ അല്ലെങ്കിൽ കുറേ ഷേപ്പുകളാക്കി മാറ്റാം. അത് രണ്ട് മോഡലാണ്. ഒരു ഷേപ്പിനെ ഉരുക്കിയിട്ട് മറ്റൊരു ഷേപ്പ് ആക്കുന്നതും ഒരു ഷേപ്പിനെ ഉരുക്കിയിട്ട് വേറെ കുറേ എണ്ണാക്കുന്നതും ഡിഫറെൻ്റ് ആണ്. ഈ 2 മോഡലാണ് പരീക്ഷയ്ക്ക് വരാറുള്ളത്. ചോദ്യം ഒന്ന് വായിച്ചു നോക്കിയാൽ മക്കളെ. എ സോളിഡ് മെറ്റാലിക് സ്ഫിയർ അല്ലേ, ഒരു സോളിഡ് ആയിട്ടുള്ള ഇതുപോലെ ഒരു ഘനരൂപത്തിലുള്ള ഒരു മെറ്റാലിക് ഗോളം, ഒരു ഗോളം എന്താക്കാണ് കറക്റ്റ് 2 കഷ്ണാക്കുന്നുണ്ട്. കട്ട് ഇൻറ്റു ഈക്വൽ 2 ഹാഫ്സ് അല്ലേ. അതിൻ്റെ ആരം 6 സെൻറ്റിമീറ്റർ ആണ്. ഇത് കറക്റ്റ് പകുതി ആക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കാണുന്ന പകുതിയുടെ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളം എത്ര. സംഭവം സിമ്പിളാണ്. സർഫസ് ഏരിയ പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് കേട്ടോ. അപ്പം 3πr² ആണ് ഇതിൻ്റെ ഉത്തരം. 3πr² എന്ന ആരം 6 ആണ്. ഇക്വേഷൻ അറിയാലോ അല്ലേ? കാണാത്ത കുട്ടികൾ ആ വീഡിയോ കണ്ടുവരാം. 6² അതായത് 3π × r² 36, അതായത് 108π cm². ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 മാർക്കിന് വലിയ സംശയമൊന്നുമില്ല. എന്നാൽ 3 മാർക്കിന് അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കും മക്കളെ. എന്താണ്? വളരെ സിമ്പിളാണ്. വൺ ഓഫ് ദീസ് ഹെമിസ്ഫിയർ, ഇതിൽ നിന്നും ഒരു അർദ്ധഗോളം ഉരുക്കിയിട്ട് ഞാൻ എന്തുണ്ടാക്കുന്നു? ഒരു വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. ചോദ്യം നോക്കുമോ മക്കളെ. വൺ ഓഫ് ദീസ് ഹെമിസ്ഫിയർ ഈസ് മെൽറ്റഡ് ആൻഡ് റീകാസ്റ്റ് ഇൻറ്റു എ കോൺ ഓഫ് സെയിം റേഡിയസ്, ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ. ഒരു സാധനം ഉരുക്കിയിട്ട് ഒരു സാധനമാക്കുന്നു. ദാറ്റ് മീൻസ് ഇതിൻ്റെ ഉള്ളിലുള്ള ഇതെന്താണോ ഉരുക്കി എന്താണോ കിട്ടുന്നത് അതേ അളവിലാണ് മറ്റുണ്ടാക്കുന്നത്. സോ 2ൻ്റെ വ്യാപ്തം എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതാണ് ആകെ പഠിക്കേണ്ട കാര്യം. ഒരു സാധനം ഉരുക്കി ഒരു സാധനം ആക്കുന്ന 2ൻ്റെ വോളിയം സെയിം ആണ്. ഇക്വേഷൻ ഇതാ. ഇതിൻ്റെ ഇക്വേഷൻ എന്താണ്? 2/3πr³. വ്യാപ്തം എന്ന് പറഞ്ഞാൽ 2/3 × π × r³ എന്ന് പറഞ്ഞാൽ 6 × 6 × 6 ആണ്. ഇതിൻ്റെ ആരം 6 ആണ് തന്നിട്ടുണ്ട്. ഈക്വൽ ടു ഇതിൻ്റെ സമവാക്യം എന്താ? 1/3πr² ആണ്. രണ്ടും നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ മെൽറ്റിംഗ് ആൻഡ് റീകാസ്റ്റ് ഇവിടെ നിങ്ങൾ പഠിച്ചു പോകണം, കോൺസെപ്റ്റ് പഠിച്ചു പോകണം. ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ കാണിച്ചൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ 2 കൂടി പഠിച്ചാൽ നിങ്ങൾ ആ ടോപ്പിക് കംപ്ലീറ്റ് ക്ലിയർ ആയി. ഇനി 2 ഇക്വേറ്റ് ചെയ്ത് നമുക്കറിയാം. ഒരേപോലുള്ളതൊക്കെ വെട്ടാം. അടിയിൽ /3 ഉണ്ട്, /3 ഉണ്ട്, π ഉണ്ട്, π ഉണ്ട്, 6 ഉണ്ട്, 6 ഉണ്ട്, 6 ഉണ്ട്, 6 ഉണ്ട്. ബാക്കി എന്ത് വന്നു? 6 × 2 12 സമം ഹൈറ്റ്. അതല്ലേ നമ്മളോട് ചോദിച്ചത്? അത്രയും സിമ്പിളായിട്ട് ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താക്കാൻ പറ്റും? നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എന്നാൽ ഇതേ ടോപ്പിക്കിൽ നിന്ന് വന്ന ഈ ക്വസ്റ്റ്യൻ നോക്കി മക്കളെ. എന്താണ് ഈ 2 ചോദ്യങ്ങൾ തമ്മിലുള്ള മാറ്റം? ഇവിടെ നിങ്ങൾ ചോദ്യം വെച്ച് നോക്കൂ. എ കോൺ ഓഫ് ബേസ് റേഡിയസ് 12 സെൻറ്റിമീറ്റർ, ഒരു വൃത്തസ്തൂപികയുടെ പാദാരം 12 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ വേറെന്ത് തന്നിട്ടുണ്ട്? ഹൈറ്റ് 15 ആണ്. ഇത് ഉരുക്കിയിട്ട് എന്താക്കുന്നു? ഗോളം ഉണ്ടാക്കുന്നു. ഇൻറ്റു സ്ഫിയേഴ്സ് ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ ആരമുള്ള ഗോളം ഉണ്ടാക്കുന്നു. അങ്ങനത്തെ എത്ര ഗോളം ഉണ്ടാക്കാം? എത്ര എണ്ണമാണ് ചോദിച്ചത്. ഇവിടെ എന്താ പറഞ്ഞത്? ഹൈറ്റ് ഇത് കാണാൻ. അതായത് ഒരു സാധനം ഉരുക്കിയിട്ട് ഒരെണ്ണം. പക്ഷേ ഇവിടെ എന്താണ്? ഒരു സാധനം ഉരുക്കിയിട്ട് കുറേ എണ്ണം. എത്ര എണ്ണം എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം. ഇപ്പോൾ ഒരു 100 കിലോഗ്രാമിൻ്റെ കട്ട അത് ഞാൻ ഉരുക്കിയിട്ട് എനിക്ക് എത്ര 5 കിലോഗ്രാമിൻ്റെ കട്ട ഉണ്ടാക്കാം? 100/5 20 എണ്ണം എഴുതാം. 20 എണ്ണം. അപ്പോൾ എണ്ണം കാണാൻ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്താണോ ഉരുക്കുന്നത് അതിൻ്റെ വ്യാപ്തം ഡിവൈഡഡ് ബൈ എന്തിലേക്കാണോ നമ്മൾ ഉരുക്കി മാറ്റുന്നത് അതിൻ്റെ വ്യാപ്തം. ഇതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. ഇത്രേ ഉള്ളൂ, കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തത്തിൻ്റെ സമവാക്യം നമുക്കറിയാം. 1/3 × π × r²h 12 × 12 × h എന്ന് പറഞ്ഞാൽ 15 ആണ് അല്ലേ. h എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. ഡിവൈഡഡ് ബൈ എന്തിലേക്കാണ് നമ്മൾ മാറ്റുന്നത്?
ഗോളത്തിലേക്കാണ്. സോ ഗോളത്തിൻ്റെ സമവാക്യം എന്താ? 4/3 ഇൻറ്റു പൈ ഇൻറ്റു ആർ ക്യൂബാണ്. ആർ റേഡിയസ് എന്ന് പറഞ്ഞാൽ 6 ആണ്. സെയിം ഇതാണ്. 6 അല്ല 3 അല്ലേ, 3 ഇൻറ്റു 3 പൈ ആർ ക്യൂബ്. ഇത്രയും ഓക്കെ ആണല്ലോ. അതായത് ഒരു സാധനം ഒരുക്കി എത്ര എണ്ണം എന്ന് ചോദിച്ചാൽ ഡിവൈഡ് ചെയ്യുകയും ഒരു സാധനം ഒരുക്കി അതേ ഇതിലുള്ള മറ്റൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ ഇക്വേറ്റ് ചെയ്യുകയും ചെയ്യുക. അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ്. അത് പഠിച്ചാൽ ഏത് ചോദ്യം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഒരേപോലുള്ളതൊക്കെ നിങ്ങൾക്ക് വെട്ടാം. സോ 3 വെട്ടി, പയ്യും വെട്ടി. 12ൽ എത്ര 4 ഉണ്ട്? 12ൽ എത്ര 4 ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ആ 3നെ ഈ 3നെ വെട്ടാലോ. 12ൽ എത്ര 3 ഉണ്ട്? 4 എണ്ണം ഉണ്ട്. 15ൽ എത്ര 3 ഉണ്ട്? 5 എണ്ണം ഉണ്ട്. സോ ആൻസറേ ആ ബാക്കി വന്ന നമ്പർ 4 × 5 20 എണ്ണം ഉണ്ടാക്കാം. വെരി സിമ്പിൾ. അത്രയും സിമ്പിളായിട്ട് പവർഫുൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഘനരൂപങ്ങളിലെ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഇതിന് 2 രീതിയിലാണ് ചോദ്യങ്ങൾ വരാറുള്ളത്. ആ 2 മോഡൽ നമ്മൾ എന്താക്കി കഴിഞ്ഞു, പഠിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ സമാന്തര ശ്രേണിയിലെ കിഡിലൻ ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. മലയാളം മീഡിയം കുട്ടികളും ഇംഗ്ലീഷ് മീഡിയം കുട്ടികളൊക്കെ നന്നായിട്ട് ചോദ്യം വായിച്ചു നോക്കുക. ഈസി ആണെന്ന് തോന്നും, പക്ഷേ കുറച്ചൊരു രസമുള്ള ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദി അരിത്മെറ്റിക് സീക്വൻസ്. കുറഞ്ഞുകൊണ്ട് വരികയാണ്. ഇതിൻ്റെ പൊതു വ്യത്യാസം എത്ര? കോമൺ ഡിഫറൻസ് എത്ര? കുറയുകയാണെങ്കിൽ മൈനസ് വരും. സോ -3. വാട്ട് ഈസ് ദ ഓൾജിബ്രായിക് ഫോം? അതായത് എക്സ് എൻ ഈസ് ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. 71 -3. അത് -3n പ്ലസ് 74 dn പ്ലസ് f മൈനസ് d. f മൈനസ് d അത് 71 + 3 ആണ്. അപ്പം -3n + 74. സംശയമൊന്നുമില്ല. അടുത്ത ചോദ്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഈ കാണുന്ന സമാന്തര ശ്രേണിയിൽ 0 ഒരു പദമാണോ? മക്കളെ, ടേം ആണോ എന്ന് നോക്കാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ടേം ആണോ എന്ന് നോക്കാൻ അതിൻ്റെ പൊതു വ്യത്യാസം കൊണ്ട് അരിച്ചു നോക്കിയാൽ മതി. അപ്പം 68 ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അല്ലെ 71 ഏതായാലും മതി. 3 ഡിവൈഡ് എനിക്ക് എത്ര കിട്ടും? 2 3 3 അപ്പോൾ 6 11. 11 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3 3 9. ശിഷ്ട 2 കിട്ടും. ശിഷ്ടം 2 കിട്ടും. നെഗറ്റീവ് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. റിമൈൻഡർ 2 ആണ്. എന്നാൽ 0 ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര റിമൈൻഡർ കിട്ടുക? റിമൈൻഡർ 3 ആണ്. 0 ഞാൻ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എനിക്ക് എത്ര കിട്ടുക? റിമൈൻഡർ 3 ആണ്. 0 നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്തുകൊണ്ടുന്നു? 3 എന്ന് റിമൈൻഡർ ശിഷ്ടം എഴുതുന്നു. അപ്പോൾ ഇത് 2 വ്യത്യസ്തമാണ്. സോ ഈ കാണുന്നതിൽ 0 എന്തല്ല? ഒരു പദമല്ല. 0 എന്തല്ല? ഒരു പദമല്ല. നമുക്ക് ശിഷ്ടം എത്ര കിട്ടണം? 2 കിട്ടണം. 2 കിട്ടണം അല്ലേ? എന്നാലല്ലേ പദാവുള്ളൂ. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്തൊരു ചോദ്യം എന്താ? ഹൗ മെനി പോസിറ്റീവ് നമ്പേഴ്സ് ആർ ദർ ഇൻ ദിസ് സീക്വൻസ്? ഈ കാണുന്ന സമാന്തര ശ്രേണിയിൽ എത്ര അതിസംഖ്യകളുണ്ട്? പോസിറ്റീവ് നമ്പർ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഏറ്റവും അവസാനത്തെ പോസിറ്റീവ് സംഖ്യ ഏതാണ് കണ്ടുപിടിക്കണം. അപ്പോൾ 0 പദമല്ല. നമുക്ക് എത്രയാണ് റിമൈൻഡർ കിട്ടേണ്ടത്? 2 ആണ് കിട്ടേണ്ടത്. അപ്പോൾ 2 റിമൈൻഡർ കിട്ടണമെങ്കിൽ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 2 എന്ന് പറയുന്ന നമ്പർ എന്ത് കിട്ടണം? റിമൈൻഡർ കിട്ടണമെങ്കിൽ ഏതായിരിക്കും ഏറ്റവും അവസാനത്തെ പോസിറ്റീവ് സംഖ്യ? ഇപ്പോൾ 2 എന്ന് പറഞ്ഞ നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മക്കളെ. 2 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 2ൽ ഒറ്റ 3കളും ഇല്ല. സോ 0 3 0 റിമൈൻഡർ 2 ആണ്. അപ്പോൾ റിമൈൻഡർ നമുക്ക് എത്ര കിട്ടേണ്ടത്? 2 ആണ് അല്ലേ? റിമൈൻഡർ എത്ര കിട്ടേണ്ടത്? ശിഷ്ടം എത്ര കിട്ടേണ്ടത്? 2 ആണ്. സോ ഏറ്റവും അവസാനത്തെ അതിസംഖ്യ എന്ന് പറഞ്ഞത് 2 ആണ്. ലാസ്റ്റ് ടേം അവസാനത്തെ അതിസംഖ്യ പോസിറ്റീവ് നമ്പർ 2 ആണ്. കാരണം 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 2 ആണ്. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്താ? ഹൗ മെനി പോസിറ്റീവ് ആണ്. അപ്പോൾ ഒരു സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട് എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് +1. ഇത് എഴുതി വെച്ചോളൂ അറിയാത്ത ആളുകൾ. ഒരു സമാന്തര ശ്രേണിയിൽ ആകെ എത്ര പദങ്ങളുണ്ട് എന്നറിയാൻ അവസാന പദത്തിൽ നിന്നും ആദ്യ പദം കുറച്ച് പൊതുവ്യത്യാസം കൊണ്ട് ഹരിച്ച് +1 ഇടുക. ആ അവസാന പദമാണ് 2 മൈനസ് ആദ്യ പദം എന്ന് പറഞ്ഞാൽ 71 ബൈ കോമൺ ഡിഫറൻസ് പറഞ്ഞാൽ -3 +1. 2 71 കുറച്ചാൽ -69 -69 ബൈ -3 +1. അപ്പം 69 എത്ര 3 ഉണ്ട്? 33 ഉണ്ട്. സോ 33 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 34 ആണ്. അപ്പോൾ ഇതിലെത്ര എത്ര ഉണ്ട്? 34. അടുത്ത ചോദ്യമാണ് രസമുള്ള ക്വസ്റ്റ്യൻ. ഈ കാണുന്ന ശ്രേണിയിലെ ഏറ്റവും വലിയ ന്യൂനസംഖ്യ, നെഗറ്റീവ് നമ്പർ ഏത്? ഏറ്റവും വലിയ ന്യൂനസംഖ്യയാണ്. അപ്പോൾ നമുക്കറിയാം താഴോട്ട് പോകുന്നതനുസരിച്ച് ന്യൂനസംഖ്യ ചെറുതായിക്കൊണ്ടിരിക്കും. -10 എന്ന് പറഞ്ഞാൽ ചെറിയ നമ്പറാണ്. -7 ചെറിയ നമ്പറാണ് -10. അപ്പോൾ ഏറ്റവും ആദ്യത്തെ നെഗറ്റീവ് നമ്പർ ഏതാണെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇത് 3 കുറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ 2 ആണ് ഏറ്റവും വലിയ പോസിറ്റീവ് നമ്പർ. അതിൽ നിന്ന് 3 കുറച്ചാൽ എത്ര? -1. അപ്പം ഇങ്ങനെ അങ്ങ് പോകും. ഇങ്ങനെ പോയി 71 ഇങ്ങനെ പോന്ന് 8 5 2 അതിൽ 3 കുറച്ചാൽ -1. ഏറ്റവും വലിയ ന്യൂനസംഖ്യ ഏതാണ്? -1 ആണ്.
ഒരു പക്ഷേ ഈ കാണുന്ന ചോദ്യം നിങ്ങൾക്ക് ആദ്യമായിട്ടായിരിക്കും. നിർബന്ധമായിട്ട് നിങ്ങൾ വീഡിയോയുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാക്സിമം ഡീപ്പിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ഒക്കെ നിങ്ങൾക്ക് തന്നത് കേട്ടോ. സോ ഇതേപോലെ സമാന്തര ശ്രേണിയിൽ വന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ക്വസ്റ്റ്യൻ ഒരിക്കലും നമ്മൾ ഒരു പക്ഷേ എന്താക്കൂല, നമ്മുടെ പബ്ലിക് എക്സാമിന് ലൈവിൽ ചിലപ്പോൾ ഡിസ്കസ് ചെയ്യണമെന്നില്ല. നിർബന്ധമായിട്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ പഠിച്ചു വെക്കുക. ചോദ്യം ശ്രദ്ധിച്ചോളൂ. റൈറ്റ് ദ നെക്സ്റ്റ് 2 lines. ഞാനിപ്പോൾ എഴുതണോ? നിങ്ങൾ ചെയ്യൂലേ അടുത്ത 2 വരികൾ എഴുതാൻ? ഇതുപോലെ ഏത് ചോദ്യം വന്നാലും നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇവിടെ എത്ര പദങ്ങളുണ്ട് നോക്കുക. 1, ഇവിടെ 2, ഇവിടെ 3. അതിൽ സംശയമൊന്നുമില്ലല്ലോ, അതങ്ങ് എഴുതി വെക്കുക. വാട്ട് ഈസ് ദ ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് നമ്പർ ഇൻ 20th line? ഈ കാണുന്ന സംഖ്യാക്രമത്തിലെ 20ാം വരിയിലെ അവസാന സംഖ്യയും ആദ്യ സംഖ്യയും കാണുക. വളരെ സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ പണി. 1ാം വരിയിലെ അവസാന സംഖ്യ എന്ന് പറഞ്ഞാൽ 1. ഇതാ ഈ 1ാം സ്ഥാനമാണ്, ഇത് സ്ഥാനമാണ് x1. 1, 2 കൂട്ടി എത്ര കിട്ടും? 3 അല്ലേ? ആ 3ാമത്തെ സംഖ്യയാണ് അവസാന പദം. 3ാമത്തെ സംഖ്യ 1, 2, 3ാമത്തെ സംഖ്യയാണ് അവസാന പദം. ആദ്യത്തെ 2 നമ്പർ കൂട്ടിയാൽ 2ാം വരിയിലെ അവസാന പദം. ആദ്യത്തെ 3 നമ്പർ കൂട്ടിയാൽ 6 അല്ലേ കിട്ടുക? 3ാം വരിയിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം. അപ്പോൾ ആദ്യത്തെ 4 നമ്പർ കൂട്ടിയാൽ ഇപ്പോൾ 20 ആണ്. 23, 26, 29, 32. ആദ്യത്തെ 4 എണ്ണം കൂട്ടിയാൽ 10 ആണല്ലോ. 4ാം വരിയിലെ ആദ്യത്തെ 4 എണ്ണം കൂട്ടിയാൽ 4ാം വരിയിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം 10. അപ്പോൾ 20ാം വരിയിലെ അവസാന പദത്തിൻ്റെ സ്ഥാനം കിട്ടണമെങ്കിൽ ആദ്യത്തെ 20 സംഖ്യകൾ കൂട്ടിയാൽ പോരെ. അങ്ങനെ എണ്ണ സംഖ്യ ആണെങ്കിൽ 20 കാണാൻ S20 സമം n × n+1/2. സോ 210ാമത്തെ നമ്പറാണ്. 210ാമത്തെ നമ്പറാണ് അവസാന സംഖ്യ. 210ാമത്തെ നമ്പർ. 210ാമത്തെ നമ്പർ ഇത് ഈ സമാന്തര ശ്രേണിയാണല്ലോ, ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ 210ാമത്തെ പദം കാണാൻ F+219D ചെയ്താൽ മതി അല്ലേ? F+209D ചെയ്താൽ മതി. ഇനി അല്ലെങ്കിൽ DN+F- ഏതായാലും കുഴപ്പമില്ല കേട്ടോ. DN+F- നിങ്ങൾ ഇഷ്ടമുള്ള ചെയ്തോ. അപ്പോൾ F എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 209 ഇവിടുത്തെ പൊതു വ്യത്യാസം എത്രയാണ്? 8 5 കുറയ്ക്കാം 3 അല്ലെ? 11 8 കുറയ്ക്കാം 3. സോ 5 പ്ലസ് 209 × 3 600ഉം 627. സോ 632 കിട്ടും ഇതിൻ്റെ ആൻസർ. ഇതാണ് 20ാം വരിയിലെ അവസാന സംഖ്യ. എപ്പോഴും ശ്രദ്ധിക്കുക, ഈ കാണുന്നത് കൂട്ടുന്നത് കിട്ടുന്ന അതിൻ്റെ സ്ഥാനമാണ്, സ്ഥാനം, പൊസിഷൻ. ആ സ്ഥാനം വെച്ചിട്ട് വേണം ഈ സമാന്തര ശ്രേണി വെച്ചിട്ട് അതിൻ്റെ പദം കാണാൻ. ഓക്കെ ആണല്ലോ? സ്ഥാനം വെച്ചിട്ട്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്, ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരാം. ഓക്കെ, എഴുതി വെച്ചോളൂ. ഓക്കെ, പദം കിട്ടി. ഇനി ഇതിൻ്റെ ആദ്യ പദം കിട്ടാൻ ഒരു പണിയില്ല, ശ്രദ്ധിച്ചോളൂ. ഇത് അവസാന പദമല്ലേ, അതിൽ എത്ര D കുറച്ചാൽ ആദ്യ പദം കിട്ടും? 2D. 3ാമത്തെ വരിയിൽ നിന്ന് 2D കുറച്ചാൽ ആദ്യ പദം. 4ാമത്തെ വരിയിൽ നിന്ന് 3D കുറച്ചാൽ ആദ്യ പദം. അപ്പോൾ 20ാമത്തെ വരിയിൽ നിന്ന് എത്ര D കുറച്ചാൽ മതി? യെസ്, ഫസ്റ്റ് ടേം ആദ്യ പദം കിട്ടാൻ 20ാമത്തെ വരിയിൽ നിന്നും, അതായത് 632 നിന്നും 19D കുറച്ചാൽ മതി. 632 മൈനസ് 19 × 3, അതായത് 632 മൈനസ് 30 57. ഇത് കുറച്ച് എത്ര കിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. സെറ്റിൽ ഐഡിയ ക്ലിയർ അല്ല, ഇത്ര ഉള്ള ഐഡിയ. ഈ കോൺസെപ്റ്റ് ശ്രദ്ധിക്കുക. ഇതുപോലെ ഏത് ചോദ്യം വന്നാലും ആദ്യം തന്നെ എത്ര നമ്പർ ഉണ്ട്? ഒരു നമ്പർ. എത്ര നമ്പർ ഉണ്ട്? 2. എത്ര നമ്പർ ഉണ്ട്? 3. ഈ രീതിയിൽ നിങ്ങൾ എന്താക്കുക, അതങ്ങ് എഴുതി വെക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡിയ ക്രിയേറ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ട് ഈ കിട്ടുന്ന അതിൻ്റെ സ്ഥാനമാണ്, പൊസിഷൻ. അത് വെച്ചിട്ട് ഈ സമാന്തര ശ്രേണി വെച്ചിട്ട് ഏതാ നമ്പർ എന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ നമുക്കറിയാം ഇത് 3ാമത്തെ സംഖ്യ, 3ാമത്തെ പദമാണ്. പക്ഷേ 3ാമത്തെ പദം 3 അല്ലല്ലോ, 11 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? x3 പറഞ്ഞാൽ എത്ര? F+2D. F എന്ന് പറഞ്ഞാൽ 5 + 2 × 3, 5 + 6 11. കണ്ടില്ലേ? അപ്പോൾ ആ സ്ഥാനം വെച്ചിട്ടാണ് നമ്മൾ എന്താക്കുന്നത്, അവസാന പദം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ സമാന്തര ശ്രേണിയിൽ നിന്ന് 2 നല്ല കിടിലം ക്വസ്റ്റ്യൻസ് നിങ്ങൾ കിട്ടി. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. വളരെ രസകരമായിട്ടുള്ള ഒരു കിടിലം ക്വസ്റ്റ്യൻ ആണ് ഈ കാണുന്നത്. വളരെ രസകരമായിട്ടുള്ള ഒരു കിടിലം ക്വസ്റ്റ്യൻ. ഇങ്ങനൊരു ചിത്രം തന്നിട്ടുണ്ട്. നിങ്ങളോട് എന്താ പറഞ്ഞതെന്നറിയോ? കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇക്വേഷൻ ഓഫ് ദി ലൈൻ AB is 3x - 2y = 6. ഈ കാണുന്ന വരയുടെ ഇക്വേഷൻ 3x - 2y = 6 ആണ്. ഇത്ര തന്നിട്ടുണ്ട്. പിന്നെന്താ പറഞ്ഞത്? ചോദ്യം വായിച്ചു നോക്കൂ മക്കളെ. P is a point on the line. The line intersect y axis at A and x axis at B. Y ആക്സിസിനെ എയിലും എക്സ് ആക്സിനെ ബിയിലും കൂട്ടിമുട്ടുന്നുണ്ട്. Y ആക്സിസിനെ എയിലും എക്സ് ആക്സിനെ ബിയിലും കൂട്ടിമുട്ടുന്നുണ്ട്. ഒന്നാമത്തെ ചോദ്യം, എയുടെ സൂചകസംഖ്യ എന്താണ്? വാട്ട് ഈസ് ദ കോർഡിനേറ്റ് ഓഫ് എ? എ എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് എന്താണ്? നമുക്ക് ഒരു കാര്യം അറിയാം. എന്താണ് അറിയാം? ഇത് ഏത് ആക്സിസിലാണ്? Y അക്ഷത്തിലാണ്.
ഈ കാണുന്ന വരയുടെ സമവാക്യമാണല്ലോ ഇത്. y അക്ഷത്തിൽ ഏത് പോയിന്റ് എടുത്താലും അവിടെ x എന്താണ്? 0 ആണ്. സോ ഒന്നാമതിൻ്റെ ഉത്തരം കിട്ടാൻ നമുക്ക് എക്സിന് 0 കൊടുക്കാം. =6. അപ്പം -2y = 6 ആണ്. സോ y = 6/-2, അതായത് -3 കിട്ടും. അതായത് ഈ കാണുന്ന പോയിന്റ് ഏതാണ്? x0 y -3 ആണ്. അതെങ്ങനെയാണ് കിട്ടിയത്? ഈ കാണുന്ന വര എന്ന് പറയുന്നത് y ആക്സിസിലെ പോയിന്റാണ്, y അക്ഷത്തിലെ പോയിന്റാണ്. y അക്ഷത്തിൽ x0 ആണ്, y അക്ഷത്തിൽ x0 ആണ്. സോ y = എന്ത് കിട്ടി? -3 കിട്ടി. പക്ഷേ നമ്മൾ ചോദിച്ചത് ഇതല്ല. നമ്മൾ ചോദിച്ചത് എന്താ? അതിൻ്റെ സൂചകസംഖ്യ അല്ലേ, സൂചകസംഖ്യ. അടുത്ത ഇതിൻ്റെ നീളം കാണാൻ. അപ്പോൾ ഈ കാണുന്ന നീളം മൊത്തത്തിൽ -3 ആണെങ്കിൽ ഇത് നീളം എത്രയായിരിക്കും? 3 ആയിരിക്കും. സിമ്പിൾ, ഡൗട്ടൊന്നുമില്ലല്ലോ. അടുത്തത് OBയുടെ നീളം കാണാൻ വേണ്ടി ഇതേപോലെ OBയുടെ നീളം കാണാൻ നിങ്ങൾ എന്ത് കൊടുത്താൽ മതി? ഇവിടെ y-ക്ക് 0 കൊടുക്കുക. അപ്പോൾ 3x - 0 = 6. സോ 3x = 6, x = 6/3, that = 2. സോ ബിയുടെ സൂചകസംഖ്യ എത്ര? 2,0. സോ ഈ നീളം എത്രയാണ്? 2 ആണ്. നല്ല രസമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അടുത്തൊരു ചോദ്യം നന്നായി ശ്രദ്ധിക്കുക. യെസ്, ഏതൊക്കെ കിട്ടി? എയുടെ കിട്ടി, എയുടെ നീളം കിട്ടി, OBയുടെ കിട്ടി. ചോദ്യം ശ്രദ്ധിച്ചു. ദ എക്സ് കോർഡിനേറ്റ് ആൻഡ് വൈ കോർഡിനേറ്റ് ഓഫ് പി ആർ സെയിം. ഈ കാണുന്ന ചിത്രത്തിൽ പി എന്ന് പറയുന്ന ബിന്ദുവിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ് സംഖ്യ? എക്സും വൈയും സെയിം. അപ്പോൾ ഈ ക്വസ്റ്റനിൽ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് എന്ന് കൊടുക്കുക, വൈൻ്റെ സ്ഥാനത്ത് എക്സ് എന്ന് കൊടുക്കുക. വൈ എന്ന് പറഞ്ഞത് എക്സ് എന്നത് സെയിം ആണ്. അപ്പോൾ 3x - 2x = 6. ഇപ്പോൾ 3x 2x കുറച്ചാൽ 1x. അപ്പോൾ x 6 ആണെങ്കിൽ y എത്രയാണ്? 6 ആണ്. സിമ്പിൾ. 5 മാർക്കിന് ഒരു തവണ പരീക്ഷയ്ക്ക് വന്ന കിടിലം ക്വസ്റ്റ്യൻ ആണ് ഇത്. കുറേ ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അത്യാവശ്യം A+ലുള്ള ക്വസ്റ്റ്യൻസ് ആട്ടോ അവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് എന്താക്കുക, ഈ വീഡിയോ ഒന്ന് പറ്റുന്ന ആൾക്കാരൊക്കെ കാണുക കേട്ടോ. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ മക്കളെ ശ്രദ്ധിച്ചോളൂ. ആംഗിൾ ഓഫ് എലവേഷൻ അഥവാ മേൽക്കോണിൽ നിന്നും വ്യത്യസ്തമായിട്ട് വന്ന 2 ചോദ്യങ്ങൾ. ചോദ്യം ഇങ്ങനെയാണ്. ഒരാൾ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ, അല്ലേ? ചിത്രം എങ്ങനെ വരയ്ക്കുക? ഒരു ടവറിൻ്റെ സ്റ്റാൻഡിങ് അറ്റ് ദ ഫൂട്ട് ഓഫ് എ ടവർ, ഒരു ടവറിൻ്റെ അടുത്ത് ഒരാൾ നിൽക്കുന്നുണ്ട്. സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 meters അവേ അറ്റ് ആൻ എലവേഷൻ ഓഫ് 60 degree. ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 60 അല്ലേ? സീസ് ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ് 20 meters അവേ അറ്റ് ആൻ ആംഗിൾ ഓഫ് എലവേഷൻ, യെസ്, 20 മീറ്റർ അകലെയുള്ള ഒരു ബിൽഡിങ്ങിൻ്റെ മുകൾ ഭാഗം 60 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. ക്ലൈംബിംഗ് ദ ടോപ്പ് ഓഫ് ദി ടവർ, ഇതിൻ്റെ മുകളിൽ കയറുന്നു, ടവറിൻ്റെ മുകളിൽ കയറുന്നു. സി ഇറ്റ് ആൻ എലവേഷൻ ഓഫ് 45 degree. ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് അത് എത്ര ഡിഗ്രിയിലാണ് കാണുന്നത്? 45 ഡിഗ്രിയിലാണ് കാണുന്നത്. ഓക്കെ, ചോദ്യം ഇത്രേ ഉള്ളൂ. ഡ്രോ എ റഫ് ഫിഗർ, ചിത്രം വരച്ചു. രണ്ടാമത്തെ ചോദ്യം എന്താ? വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എത്ര? നമുക്കറിയാം 30/60/90 എടുത്താൽ ഈസി ആയിട്ട് ആൻസർ കിട്ടും. 30-ന് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ 60-ന് ഓപ്പോസിറ്റ് എത്ര? 20√3 ആണ്. സംശയമൊന്നുമില്ലല്ലോ. ഓക്കെ, ഇപ്പോൾ രണ്ടാമതിന് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദി ടവർ? ടവറിൻ്റെ ഹൈറ്റ് എത്ര? അത് ഈ കാണുന്ന നീളം എത്ര? അത് കാണാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? ഈ കാണുന്ന നീളം കിട്ടിയാൽ മതി. ഇത് 20 ആണെന്ന് അറിയാം. സോ ഇതിന് നമ്മൾ 20 കൊടുത്തു. പരീക്ഷകൾ പേരിട്ട് ചെയ്തോട്ടെ, ABCD. എന്നിട്ട് ഞാൻ ഇപ്പോൾ ചെയ്തതുപോലെ 30/60/90 എടുത്താൽ മതി. ത്രികോണം ABDയിൽ കൺസിഡർ ട്രയാങ്കിൾ ABE 30/60/90 20√3. ഇനി അടുത്ത് ട്രയാങ്കിൾ CDE. അവിടെ നിങ്ങൾക്ക് 45/45/90 എടുക്കാം. നമുക്കറിയാം ഈ കാണുന്നത് 45 ആണ്. 45-ന് ഓപ്പോസിറ്റ് 20. സോ ഈ കാണുന്ന 45-ന് ഓപ്പോസിറ്റ് 20 ആണ്. സോ ഈ നീളം എത്ര? 20. അപ്പോൾ ഈ കാണുന്ന AC-യുടെ നീളം തന്നെ എത്രയായിരിക്കും? മുഴുവൻ നീളത്തിൽ നിന്ന് 20√3-ൽ നിന്ന് 20 അങ്ങ് കുറയ്ക്കുക. സോ ഈ നീളം തന്നെ 20√3 - 20. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞു √3യുടെ വില കൊടുക്കണം. അപ്പോൾ ആൻസർ എത്രയായിരിക്കും? 20 × 1.73 - 20. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 × 1.73 ആണ്. 20 × 173 /100 ആണ്. 0 വെട്ടാം. 2 × 173 ദാറ്റ് ഈസ് ഈക്വൽ ടു 200. 346/10 - 20 ദാറ്റ് ഈസ് 34.6 - 20 14.6 മീറ്റർ. ഇതാണ് ഇതിൻ്റെ ഹൈറ്റ്. ഓക്കെ, നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ ചെയ്യാൻ പറ്റിയെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. സോ ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതുകൂടി നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം. മക്കളെ ശ്രദ്ധിച്ചോളൂ. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. എ ബോയ് സ്റ്റാൻഡിങ് സൗണ്ടൊക്കെ റെഡി ആവുമെന്ന് വിചാരിക്കാം. എ ബോയ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ 2 ബിൽഡിങ്സ്. 2 ബിൽഡിങ്ങുകൾക്ക് ഇടയിൽ ഒരു കുട്ടി നിൽക്കുന്നു.
ഈക്വൽ ഹൈറ്റ്, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് എന്താണ്, സെയിം ആണ്. ഓക്കെ. ദ ബോയ് ആൻഡ് ദ ബിൽഡിംഗ് ആ സ്ട്രെയിറ്റ് ലൈൻ, ബോയും ബിൽഡിങ്ങും ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ്, ഒരു നേർരേഖയിലാണ്. ഓക്കെ, അപ്പോൾ ഒരു നേർരേഖയിലാണ്. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നു. ഹി സീസ് ദ ടോപ്പ് ഓഫ് ദോസ് ബിൽഡിംഗ് അറ്റ് ആൻ എലിവേഷൻ ഓഫ് 45 ഡിഗ്രി ആൻഡ് 30 ഡിഗ്രി. രണ്ട് ബിൽഡിങ്ങുകളും 45 ഡിഗ്രിയിലും 30 ഡിഗ്രിയിലും കാണുന്നു. 45 ഡിഗ്രിയിലും 30 ഡിഗ്രിയിലും കാണുന്നു. ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്. ദ നിയറസ്റ്റ് ബിൽഡിംഗ് ഇസ് 20 മീറ്റേഴ്സ് അവേ. മക്കളെ, കോണുകൾ ഇപ്പം ഞാനിപ്പോൾ ഇവിടെ കോണെടുത്ത് നോട്ടിക്കാം. 30 ഡിഗ്രി, ഇത് 45 ഡിഗ്രി, ഇത് 60 ഡിഗ്രി. അതായത് കോണ് കൂടുന്നതനുസരിച്ച് അകലം കുറയും. അപ്പോൾ ഏറ്റവും അടുത്തുള്ള ബിൽഡിംഗ് ഏതായിരിക്കും? 45-ന്റെ അടുത്തുള്ള ബിൽഡിംഗ് ആയിരിക്കും. ഓക്കെ, ചിത്രം വരയ്ക്കുക. ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ദി ബിൽഡിംഗ്, ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ബിൽഡിംഗ്. ഈ കാണുന്ന ഹൈറ്റ് കാണുക. അപ്പോൾ ഇത് 45 ആണ്. 45-ന് ഓപ്പോസിറ്റ് 20 ആണെങ്കിൽ ഈ നീളം എത്രയാണ്? 20 ആണ്. സോ ഇതും 20 ആണ്. ഇനി നമുക്ക് ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് കാണേണ്ടത്. സോ ഇത് ഓൾറെഡി കിട്ടി. ഇത് കിട്ടാൻ എന്ത് ചെയ്താൽ മതി? 30-ന് ഓപ്പോസിറ്റ് 20 ആയതുകൊണ്ട് 60-ന് ഓപ്പോസിറ്റ് എത്രയാണ്? 20√3 ആണ്. സോ ഇവ തമ്മിലുള്ള അകലം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടിയും കൂട്ടിയാൽ മതി. 20√3 + 20. 40√3 എഴുതി വെക്കരുത്. ഇത്ര എഴുതിയാൽ ഫുൾ മാർക്കാണ്. ഇനി അല്ലെങ്കിൽ √3ൻ്റെ വില നിങ്ങൾ എന്താക്കി കൊടുക്കുക? എഴുതി കൊടുക്കുക കേട്ടോ. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ചെയ്യാൻ ആഗ്രഹിച്ചത്. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കുറേ പുതിയ കാര്യങ്ങൾ കിട്ടിയെന്ന പ്രതീക്ഷയോടുകൂടി ഇതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടി രാത്രിയത്തെ ലൈവിൽ നിങ്ങൾ വരിക. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.